വകിനായത്തുഹു അയ്യ ത്വലാഖി, തലാഖിൻ്റെ കിനായത്ത് അൽഫാദുൻ കസീറത്തുൻ, പരിമിതമല്ല അധികരിച്ച ലഫ്ളുകളുണ്ട്. ഒന്നിലധികം മാനാക്ക് സാധ്യതയുള്ള പദങ്ങൾ വിവാഹബന്ധം മുറിക്കാനും സാധ്യത ഉണ്ട്, വേറൊരു മാന കരുതാനും സാധ്യത ഉണ്ട്. അതാ കിനായത്ത്. അത് പരിമിതമല്ല, എത്രയും വേണമെങ്കിൽ ഉണ്ടാക്കാനും സാധിക്കും, എത്രയും വേണമെങ്കിൽ സൗകര്യവുമുണ്ട്. ഒരു മേനപ്രകാരം വിവാഹബന്ധം മുറിക്കുന്നു എന്ന് കിട്ടണം, മറ്റൊരു മേനപ്രകാരം വേറൊരു മേന ഉദ്ദേശിക്കാൻ കഴിയും. ആ സന്ദർഭത്തിൽ വിവാഹബന്ധം മുറിക്കുന്നു എന്ന തീരുമാനത്തോടെ പറഞ്ഞെങ്കിൽ മാത്രം എന്താകും? തലാഖാകും. മറ്റേ കാര്യമാണ് മുറാദെങ്കിൽ എന്താവൂല. അങ്ങനെയുള്ള പദങ്ങൾ ബല്ലാ തൻഹസിറു, പരിമിതമേ അല്ല. ഉദാഹരണം കാന്തി ഖലിയത്തുൻ, ഉദാഹരണം പറയാനേ സാധിക്കുള്ളൂ. മിൻ ഗൈരി ഹദ്ദിൻ വലാ ഹസ്റത്തിൻ എന്നാ പറയും. എണ്ണിയാൽ തീരുകയില്ല, നിയന്ത്രിച്ചാലാവുകയില്ല. ഉദാഹരണം അന്തി ഖലിയത്തുൻ, അന്തി ഖലിയത്തുൻ എന്താ? ഐമിന സൗജി എന്ന് കൊടുക്കുന്നത് വിവാഹബന്ധം മുറിയാനുള്ള, തലാഖ് ആവാനുള്ള കൈതാണ്. അതല്ലാണ്ട് മാന ഉണ്ട്. അന്തി ഖലിയത്തിന്, അന്തി ഖലിയത്തും മിന സൗജി എന്നിവിടെ കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? ആവാന്. അതേ സമയത്ത് വേറൊരു മാനയാണ് ഉദ്ദേശിച്ചതെങ്കിലോ എന്തുകൊണ്ട്? അന്തി ഖലിയത്തും മിനൽ മാലി, നീ കാലിയാണ് മുതലിനെ തൊട്ട്. അന്തി ഖലിയത്തും മിനൽ ഇയാൽ, ഔലാദിനെ തൊട്ട് നീ കാലിയാണ്. അതാണ് മുറാദെങ്കിൽ തലാഖാവോ? മിനൽ സൗജി എന്ന് കരുതിയാലല്ലേ എന്താവുള്ളൂ തലാഖ്. ഖലിയത്ത് എന്ന പദം ഫഈലത്തുൻ, ഫഈലത്ത് വസ്നാകുന്നു ബിമഅനാ ഫായിലത്തിൻ, ഇസ്മു ഫായിലിന്റെ മാനയാണ്. അപ്പൊ നീ ഒഴിവായവളാകുന്നു. ഫഈലത്ത് അസ്ലിയായ മാന ഇസ്മു ഫായിലിന്റെ മാന. ഇസ്മു മഫൂലിന്റെ മാനിയും ചിലയിടത്തെല്ലാം ഉണ്ടല്ലോ. ഈ ഫഈലത്ത് എവിടെ നിന്ന് വന്നതാണ്? ഫായിലത്ത്. ബരിയത്തുൻ, ബരിയത്തുൻ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ബരീഅത്തുൻ, തഖ്ഫീഫിന് വേണ്ടി ഹംസയെ എന്താക്കി? നീ ഒഴിവായവളാണ് എന്ന് പറയുമ്പോൾ തലാഖ് ആവണ്ടിക്കിൽ ഐ മിൻഹു, എന്തിൽ നിന്നാവണം? സൗജിൽ നിന്ന്. അത് പറയാൻ കാരണം അന്തി ബരിയത്തും മിനദ് ദൈനി, നീ കടങ്ങളിൽ നിന്ന് ഒഴിവായവളാകുന്നു. അന്തി ബരിയത്തും മിനൽ ഉയൂബി കുല്ലിഹാ, എല്ലാ അയ്ബുകളിൽ നിന്നും നീ ഒഴിവായിരിക്കുന്നു എന്ന മാനയാണ് ഉദ്ദേശിച്ചതെങ്കിൽ തലാഖ് ഇല്ലേ? ഇല്ല. മിനസ് സൗജി എന്ന തഖ്ദീർ ഉണ്ടെങ്കിലേ എന്തുള്ളൂ? അസ്ലിയായ ഉച്ചാരണം ബരീഅത്തുൻ, അങ്ങനെയാണ് ഫതുൽ മീൻ കൊടുത്തത്. വേണമെങ്കിൽ എന്താക്കാം? യായിന് ശബ്ദ് കൊടുത്തുകൊണ്ട് പറയാം. അന്തി ബത്തത്തുൻ, അന്തി നീ ബത്തത്തുൻ, ബത്ത ബത്ത് മുറിക്കൽ, ബത്ത തനീസായി. ഐ മഖ്തുഅത്തുൽ ഉസ്ലത്തി, ബന്ധം മുറിക്കപ്പെട്ടവളാകുന്നു. മഖ്തുഅത്തുൽ ഉസ്ലത്തി അതെങ്ങനെ കിട്ടി? ഉസ്ലത്ത് റിലേഷൻ, ബത്ത് ബത്തത്ത്. ഇസ്മു മഫ്ഊലിന്റെ മാനയാണ് ബത്ത്. ഹാദാ ബത്തുൻ, ഹാദാ മഖ്തൂഉൻ, ഹാദിഹി ബത്തത്തുൻ, ഹാദിഹി മഖ്തൂഅത്തുൻ. ഇത് അൽ ബത്തു അൽ ഖത്ഉ. ബത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ മാന എന്താ? യഥാർത്ഥ മാന എന്ത് വരും? മുറിക്കപ്പെട്ടവൾ.
മഖ്തുഅത്തുൽ മുസ്ലിത്തീന്ന് ഉദ്ദേശിച്ചെങ്കിലേ എന്താവുള്ളൂ. നേരെ മറിച്ച് ഓപ്പറേഷനാൻ വേണ്ടി എന്തോരം മുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അർത്ഥമാണ് മുറാദാക്കിയിട്ടുണ്ടെങ്കിൽ തലാഖാവോ? ഇല്ല. ബത്ത് എന്നതിന് തങ്കീറായിട്ട് ഉപയോഗിക്കൽ, തങ്കീർ പാടില്ല എന്നാണ് ബത്തിന്. അൽഫിലാമു ലാസിമാക്കിയ കലിമത്തിൽപ്പെട്ടതാണ് ബത്ത്. എങ്ങനെ പറയണം? അൽബത്ത്, നോട്ട് അറ്റ് ഓൾ, തീരെ തന്നെ എന്നർത്ഥം. ബത്തിൽ നിന്ന് പിടിച്ചിട്ടാ ബത്തത്തും എടുത്തത്. അത് മഷഹൂർ അല്ലാത്ത ഒരു ലുഗത്താണ്. ലുഗത്തും റദിയത്തും എന്ന് പറയും. ഇത് ഒരു ലുഗത്ത് മാത്രമാണ്, മഷഹൂർ അല്ലാത്ത, ഫാഷണബിൾ അല്ല. വൽ അസ്ഹറു, ഏറ്റവും പ്രസിദ്ധം, അന്നഹു ബത്ത് എന്ന കലിമത്ത്, ബത്ത് എന്ന ലഫ്ള് ലാ യുസ്തഅമലു ഇല്ലാ മുഅറഫൻ ബി അൽ, അതിന് ഉപയോഗിക്കപ്പെടുകയില്ല എന്ത് ചേർത്തുകൊണ്ടല്ലാതെ, അലിഫ് ലാം. കൂടാതെ മഅഖത്തിൽ ഹംസത്തി, അവിടെ എന്തും ലുസൂമുണ്ട്, അൽ ബത്ത എന്ന് തന്നെ പറയണം. അലിഫ് ലാം ഖത്ത് ചെയ്ത് പറയണം. ലൈസ ഇന്ദി അൽ ബത്ത എന്ന് പറ്റൂല, ലൈസ ഇന്ദി അൽ ബത്ത. കണ്ട, ബത്തിലത്തുൻ. അടുത്തത് ഐ മത്റൂഖത്തുൻ നിക്കാഹീൻ. ബത്തിലത്ത് എന്ന് പറഞ്ഞാൽ മത്റൂഖത്ത് എന്നേ അർത്ഥമുള്ളൂ. നിക്കാഹിൽ നിന്നുള്ള മത്റൂഖത്ത് എന്ന് വെച്ചാൽ മാത്രമേ ഇത് കിനായത്താകുന്നുള്ളൂ. അല്ലെങ്കിൽ തനിലഘുവായി മാറും നീയത്തില്ലെങ്കിൽ. കാരണം ബത്തില് എന്ന് പറഞ്ഞാൽ തർക്ക് എന്ന അർത്ഥമുള്ളൂ. ബത്തിലത്തുൻ ഇസ്മു മഫൂലിന്റെ മാനയാണ്. ഫാത്തിമത്തുൽ ബത്തൂൽ, ദുനിയാവ് ഉപേക്ഷിച്ചതായ ഫാത്തിമ. ദുനിയാവിനോട് റഗ്ബത്ത് വിട്ടുകളഞ്ഞതായ ഫാത്തിമ എന്നല്ലേ. ഇവിടെ അന്നിക്കാഹി എന്ന മുലാഫ് ചേർത്തത് എന്തിനാ? മുലാഫിലേഹി. നിക്കാഹി വേറെയും മാനുണ്ട്. ഇതിൽപ്പെട്ടതാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനെ തൊട്ട് തടഞ്ഞിട്ടുണ്ട്? തവത്തുലിനെ തൊട്ട്. അവിടെ തവത്തുൽ എന്താ? തഅസ്സു, തക്കതായ കാരണമില്ലാതെ വിവാഹത്തെ തൊട്ട് വെടിഞ്ഞു നിൽക്കൽ നിരോധിച്ചിട്ടുണ്ട്. അലി ഹദീസ് ഉണ്ട് അങ്ങനെ. തിർമിദിയിൽ, നസായി, ഇബ്നു മാജ, അഹ്മദ് ബിൻ ഹംബലിന്റെ മുസ്നദ്, ഇതിന്റെ മാന ബുഖാരിയിലും വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും തന്നെ എന്ത് കാട്ടല്ലേ. മുസ്ലിമിലും വന്നിട്ടുണ്ട്, വിവാഹത്തെ തൊട്ട് വെടിഞ്ഞു നിൽക്കല്ലേ. വിവാഹത്തിന്റെ തക്കതായ അസ്ബാബുകൾ ഒത്തവർ വിവാഹത്തെ തൊട്ട് വെടിഞ്ഞു നിൽക്കൽ പാടില്ല. ബായിനുൻ, ബായിൻ, ഇതുപോലെ തന്നെ ആകുന്നു. മുസ്ലിം, മുസ്ലിം, ഫുഅലത്ത് വസ്നി മുസ്ലിം. മിസ്ലുഹ എന്ന് പറഞ്ഞാൽ ബത്ലത്ത് പോലെയാകുന്നു, കിനായത്താണ് എന്ന വിഷയത്തിൽ ഏത് പദം? മുസ്ലിം. എന്തിൽ നിന്നാണ് പിടിച്ചത്? മസലവിഹീൻ, സുലാസിയിൽ നിന്നാണ് പിടിക്കേണ്ടത്. വേണമെങ്കിൽ തദ്ഈഫും ആക്കാം. മസല, കൊലം കടത്തി, മുറിച്ചു. പിടിക്കപ്പെട്ടത് മിൻ മസലവിഹീൻ, അഫ്സഹാലുഗത്ത് സുലാസിയിൽ നിന്നാണ്. ഇപ്പൊ ഇങ്ങനെ ലാസിമാക്കും, നേരിട്ട് മഫൂലല്ല. മസലവിഹി, അവനെ മുറിച്ചു. ജദഅഹു, ജദഅ മുറിച്ചു. ഖതഅ, ഖതഅ അൻഫഹു എന്നർത്ഥം. ജദഅ മസലന്റെ അർത്ഥാണത്. മസലവിഹി ജദഅഹു ഖതഅ അൻഫഹു. അപ്പൊ ഇവിടെ ഏകദേശം ഒരു വിവാഹ ബന്ധം മുറിക്കൽ വരുന്നുണ്ടല്ല. ബൈനുൻ, നീ അകന്നവളാകുന്നു. ബൈനിൽ നിന്ന് പിടിച്ചതാണ്. ബൈൻ എന്ന് പറഞ്ഞാൽ അൽ ഫുർഖത്തു, ഫിർഖത്തല്ല, ഫിർഖത്ത് പാർട്ടി എന്നാവും. അൽ ഫുർഖത്തു അൽ ഫിറാഖു അൽ മുഖ്താർ, വേർപാട്. അൽ ഫുർഖത്തു
വൈൻ സാദമഹു ഇതിനോടൊപ്പം ചേർത്താലും ശരി. മുഫാറഖത്തുൻ എന്ന് പറഞ്ഞത് എന്താ കിനായത്താകാൻ കാരണം? വേറെയും അർത്ഥം ഉണ്ടോ? ബായിൻ ബായിൻ തായില്ലാതെയാണ് പറയേണ്ടത്. ബായിൻ ഹൈദ് പോലെ വേണമെങ്കിൽ താവും കൊടുക്കാം. അത് റദിയത്തായ ലോകത്താണ് താവ് കൊടുക്കൽ. ബായിനത്തുന്ന് എന്താ ഇത് പറയാൻ കാരണം? ഫിറാഖിൽ നിന്ന് പിടിച്ചെങ്കിലേ വിവാഹബന്ധം മോചനം വരുള്ളൂ. വീട് ദൂരം കൂടി. നീ ദൂരെ നിന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ്, എന്നാലോ അതും വായിൻ തന്നെയല്ലേ. പക്ഷെ ഫുർഖത്ത് എന്ന മേന വന്ന ഇപ്പൊ എന്തില്ല തീരെ. അപ്പൊ വേറെ മേനാക്ക് സാധ്യത ഉണ്ട് എന്നായില്ലേ. അന്തി വായിൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അന്തി മുഫാറഖത്തുൻ എന്താ? വൈൻ സാദമഹു വൈനൂനതൻ ലാ തഹില്ലീന ലീ വഅദഹാ ലീ അബദാ എന്ന് ചേർത്തത് കൊണ്ടൊന്നും യാതൊരു ഫായിദ കിട്ടൂല. കിനായത്തായിട്ട് തന്നെ ബാക്കിയായി കിടക്കും. അന്തിവായിനും പറയുമ്പം വൈനൂനത്തൻ ഒരു വേർപാട്. ലാ തഹില്ലീന നീ അനുവദനീയമല്ല. വഅദഹ ആ വൈനൂനത്തിന് ശേഷം ലീ അബദ നല്ല കൊടുത്ത് അതുകൊണ്ടൊന്നും ഫായിദ വരോ? കമാ മറ അത് 5-ാം പേജിൽ ബയാനാക്കിയിട്ടുണ്ടല്ലോ. ഒരു 50,000 കയ്യിൽ കൊടുത്താലും കിനായത്ത് കിനായത്ത് തന്നെയാണ്. എന്തിലേക്ക് ചേരൂല. എന്നാലും നീയത്ത് വേണം. വിവാഹബന്ധം വേർപെടുത്തുന്നു. വൈനൂനത്തൻ ലാ തഹില്ലീന ലീ വഅദഹാ അബദാ എന്നൊന്നും കൂട്ടിയത് കൊണ്ടൊന്നും യാതൊരു ഫായിദയും കിട്ടൂല എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് 5-ാം പേജിൽ. നീ എന്താക്കിക്കോ, ഇരുന്നോളീൻ. ഇത് സംയോഗം ചെയ്യപ്പെട്ട പെണ്ണിനോട് പറഞ്ഞാൽ മാത്രമല്ല, അല്ലാതെ പെണ്ണിനോട് പറഞ്ഞാലും കിനായത്താകും. നീ എണ്ണിക്കോളീൻ എന്നർത്ഥമുണ്ട്. പക്ഷെ ഇത് സൂചിപ്പിക്കുന്ന വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിവായ ഒരു പെണ്ണിനല്ലേ എന്ത് പറയാൻ സാധിക്കുള്ളൂ? ഇതാ ആ സംയോഗം എന്നുള്ളത് അതിന്റെ വേറൊരു കൈതല്ലേ. റഹിമക്കി നീ കാലിയാക്ക് നിന്റെ ഗർഭപാത്രത്തെ. അതും എന്താണ്? ഈ പറഞ്ഞതൊക്കെയും ആരോടായാലും ശരി വത്ത് ചെയ്യപ്പെടാതെ. കാരണം ഇതൊരിക്കൽ വത്ത് ചെയ്യപ്പെട്ട പെണ്ണിനല്ലേ ഉള്ളൂ. അതുപോലെ ഗർഭപാത്രം കാലിയാക്കലും ആ പെണ്ണിനല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കൂ. അപ്പൊ പുതിയ പെണ്ണിനോട് പറഞ്ഞാൽ തലാഖാവൂല ആവും. കാരണം ഇതിന്റെ ഓണർ ആരാ? അതുകൊണ്ട് എന്താകുന്നുണ്ട് അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഉദ്ദേശിച്ചാൽ എന്താകും? ആവും. തല്ലഖ്തു നഫ്സി കമ്പനി മാറിയിട്ട് ഉപയോഗിച്ചു. തല്ലഖ്തു കീ എന്നല്ലേ വേണ്ടി. ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുന്നു നഫ്സി എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ മെനക്കെടുന്നുണ്ട്. ആ മെനക്കേട് മതിയാക്കി എന്നർത്ഥം. കമ്പനി മാറിയിട്ട് സംസാരിച്ചാൽ തല്ലഖ്തു നഫ്സി കിനായത്താണ്. തല്ലഖ്തു കീ എന്ന് പറഞ്ഞാലാണ് എന്താകലി ശരിയാക്കാൻ. അൽ ഹഖീ ഇൽ ഹഖീ രണ്ടും സഹീഹാണ്. ഇൽ ഹഖീ ബികസ്രിൻ സുമ്മ ഫത്ഹിൻ നീ ചേരണം. ഇൽ ഹഖ് ലഹിഖയിൽ നിന്ന് പിടിച്ചത്. അപ്പൊ എങ്ങനെ? അപ്പൊ മഫൂലിലേക്ക് ആവശ്യമില്ല. നീ ചേർന്നോളീ വിഹലിക്ക്. ആരോട്? അപ്പൊ അടയാളാന്ന് തലാഖ് ചൊല്ലിയതിന്റെ ഒരു അലാമത്തുണ്ടല്ലോ അവിടെ. ആടെ വായിക്കുമ്പോൾ വയജൂസു അക്സുഹു അക്രമ യുക്രീമു കമ്പനിയും എടുക്കാം. അപ്പം മഫൂല് മുഖദ്ദറാക്കേണ്ടി വരും. അൽഹിഖി നഫ്സക്കി ബിഅഹ്ലിക്കി. എന്നാലും സീഗ പേക്കുന്നൊന്നുമില്ല. മഫൂല് കളയപ്പെട്ടു എന്നേ ഉള്ളൂ. സീഗ വേസ്റ്റായി പോവോ? ഇല്ല. അത് അവിടെ സങ്കല്പിക്കേണ്ടതാ.
ഇതൊക്കെ പറഞ്ഞത് അയിൽ അന്നീ തല്ലഖ്തുകീ ഏതദീ മുതൽക്കുള്ളതാണ്. അവൾക്ക് അഹിലുണ്ടോ ഇല്ലയോ നോക്കണ്ട കേട്ടാ. നീ ചേർന്നോളി നിന്റെ അഹിലിനോട് എന്ന് പറയുമ്പം അഹില് ആരും തന്നെ ഇല്ല, എന്നാലും തലാഖ് തന്നെയാണ്. അഹിലുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല, ഈ പദം അവൾക്ക് സൂട്ടാകോ ഇല്ലേന്നാണ്. അയിൽ അന്നീ തല്ലഖ്തുകീ എന്നിവിടെ മുഖദ്ദറാക്കി വെക്കണം. എവിടുന്നിടം വരെ? ഈത്തദീ മുതൽ. എന്നാലല്ലേ എന്താകുന്നുള്ളൂ? തലാഖ് തസവ്വുറാകുന്നുള്ളൂ. നേരെ മറിച്ച് കെട്ടയിക്കുക എന്നതോ വേറെ എന്തെങ്കിലും മാനയോ വെച്ചുകൊണ്ടാണെങ്കിൽ ഒരിക്കലും ആകുന്നേ ഇല്ലല്ലോ. അടുത്തത് ഹബിലുക്കി അലാകാരിബിക്കി. ഹബിലുക്കി നിന്റെ കയറ് അലാകാരിബിക്കി നിന്റെ വരടിയിൽ തന്നെയാകുന്നു, എൻ്റെ കയ്യിലല്ല, നിന്റെ കടിഞ്ഞാണ്. ഹബിൽ എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ്. അപ്പം നിന്റെ നിയന്ത്രണം നീ തന്നെ ഏറ്റെടുത്തോളീ. അപ്പം നിന്റെ മേലുള്ള അലാമത്താണ് തലാഖിന്റെ മേലെ. അർത്ഥം സൂചിപ്പിക്കുന്നില്ലേ? ഹബിലുക്കി അലാ ഗാലിബിക്കീൻ ഐ ഖല്ലൈതു സബീലക്കി, ഞാൻ വിട്ടിരിക്കുന്നു, സബീലക്കി നിന്റെ വഴിക്ക് നിന്നെ ഞാനിതാ വിട്ടിരിക്കുന്നു. കമാ യുഖല്ലൽ ബഈറു ഒട്ടകം കൈച്ചളക്കപ്പെടുന്നത് പോലെ ബിൽഖായി സിമാമിഹി അതിൻ്റെ കടിഞ്ഞാണ് ഇട്ടുകൊണ്ട് ഇസ്സഹറായി എവിടെ കൈച്ചളക്കി? മരുഭൂമിയിൽ. എവിടെ ഇട്ടുകൊണ്ട്? അലാ ഗാലിബിഹി പെരടിയിൽ. വഹുവ ഗാലിബ് എന്ന് പറഞ്ഞാൽ മാ തഖദ്ദമ തള്ളി നിൽക്കുന്ന ഭാഗം, ദഹറിൽ നിന്ന് മേലോട്ട് തള്ളുന്നത്. മാ തഖദ്ദമ ഈ കിതാബിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നല്ല. മാ തഖദ്ദമ എന്ന് പറഞ്ഞാൽ അമർന്ന് നിൽക്കൂല, പുറത്തേക്ക് തള്ളുന്നു ലഹറിൽ നിന്ന്. വർത്തഫ അതന്നെയല്ലേ തഖദ്ദമ. അനിൽ ഉനുഖീൻ ഉനുഖിനെ തൊട്ട് എന്താകുന്നുണ്ട്? ഉനുഖിൻ്റെ കാര്യമല്ല, അതിനേക്കാണ് കുറച്ചും കൂടി എന്താകുന്നുണ്ട്, മേലോട്ട് കവിഞ്ഞു നിൽക്കുന്നുണ്ട്. അതാണ് ഗാലിബ്. ഒട്ടകത്തിൻ്റെ ഈ ഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നത് ഏറ്റവും ടോപ്പുള്ള ഏറ്റവും മേൽഭാഗം. ലാ അന്തഹു ഞാൻ തെളിക്കുകയില്ല. അസ്ജുറു ഹൂ വേറെയല്ല. മാ നഫ്ഖഹു കസീർ എന്ന് പറഞ്ഞിട്ട് നഫ്ഖന്റെ ബാക്കി ഹൂ മഫൂല് തേടിയിട്ട് നടന്നില്ലേ? ഒരേ കമ്പനിയാണ്, മഫൂലല്ല. ലാ അന്തഹു അസ്ജുറു ഞാൻ തെളിക്കുന്നതല്ല. എന്ത്? സർ ബക്കി ബിഫത്ഹിൻ വസുകൂനിൻ. സർ സർ ഫഅലി വസ്നി എന്താ? ഒട്ടകം. മേക്കപ്പെടുന്നത് മിനൽ മാലി മാശിയത്തിൽ നിന്ന് പല മൃഗങ്ങളുണ്ടല്ല, അതിന്റെ കൂട്ടത്തിനാണ് എന്ത് പറയല്? സർബ്. അതായത് നിന്നെ നിയന്ത്രിക്കാൻ ഞാൻ നിൽക്കുന്നില്ല, നീ നിന്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചോളി എന്നല്ലേ അർത്ഥം. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ലാ അഹ്തമു ബിശൈനിക്കി അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ കാര്യം കൊണ്ട് എന്താവൂല, പരിഗണിക്കൂല. അമ്മാബി കസിരിൻ ഫസുക്കൂനിൻ അങ്ങനെയും വായിക്കുന്നുണ്ടല്ലോ. എങ്ങനെ? സിർബക്കീൻ അങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ ഫഹുവ ഖത്തിയുല്ലിബായി മാൻ കൂട്ടങ്ങൾ എന്നർത്ഥം കിട്ടും. ലബിയും ജമീ ലിബാഗ് ഖത്താന്റെ സിർബ എന്നെല്ലാം പറഞ്ഞിട്ട് വെയ്ത്തുണ്ടല്ല. ഖത്തിയുല്ലിബാഗ് ലിബാഗ് കൂട്ടം ജമാഅത്ത്. വതസിഹു ഇറാദത്തുഹു ഹുനാ അയ്ളൻ അങ്ങനെ വായിച്ച് അങ്ങനെ പറഞ്ഞാലും ഇവിടെ തലാഖിന്റെ സീഗ തന്നെയല്ലേ. അങ്ങനെയും പറഞ്ഞതായിരുന്നൂടെ, ആയിക്കൂടെ? പിന്നെ അതിന്റെ മത്തിന് സെർബിനെ വായിച്ചോടൂ എന്നുണ്ടോ? പിന്നെ അത് നീ ഏകാന്തവാസം തുടങ്ങുകീ ഉസൂബത്തിൽ നിന്ന് പിടിച്ചത്. ഉസുബി വായിക്കേണ്ടത് ബി മുഹ്മലത്തിൻ ഫമുഅജമത്തിൻ എന്താണ്? പുള്ളി ഇല്ലാതെ തുടങ്ങണം. എന്നിട്ട് അപ്പൊ എന്തായി അർത്ഥം? കണ്ട? അന്നി
ഉഖ്റുബീൻ ഖറാബത്തിൽ നിന്ന് പിടിച്ചത്. ഖർബ ഗരീബത്തായി മാറീൻ. ബിമുഅ്ജമത്തിൻ ഫറായിൻ ഐ സീരി ഗരീബത്തൻ അജ്നബിയത്തൻ മിന്നീൻ. നീ ആയിക്കൊള്ളണം ഗരീബത്തൻ അജ്നബിയത്തൻ മിന്നീ അല്ലേ. നീ എന്നെ ഉപേക്ഷിക്കുന്നതായി ഒഴിവാക്ക്. ഉത്രുഖീനീന്നർത്ഥം. വദ്ദിഈൻ വാവ് അത്ഫല്ല, വാവ് കമ്പനിയിൽ തന്നെ ഉള്ളത്, എവിടെയും അത്ഫിന്റെ വാവില്ല. വദ്ദിഈൻ നീ വദായ നടത്ത് ഞാനുമായിട്ട്. ബിതസ്ജീദി ദാലി മിനൽ വദാഇ ഇത്രയും സ്ഥലത്ത് തലാഖ് ആവേണമെങ്കിൽ ഐലിയന്നി തല്ലഖ്തുക്കി എന്ന് വെച്ച് കെട്ടൽ ഉജൂബ, അല്ലെങ്കിൽ ആവൂല. ഏടുന്നാടം വരെ ഏടുന്ന് മുതലാണ് തുടങ്ങേണ്ടത്? ലാം ദഹു സർബക്കി മുതൽക്ക് തുടങ്ങിക്കോ. അത്രയും സ്ഥലത്ത് ഏത് മുറാദ് വേണം എന്ന മുറാദ് ഉണ്ടെങ്കിലേ എന്താവുള്ളൂ, ആവുള്ളൂ. ഈ പോലത്തെ അനവധി പദങ്ങളുണ്ട്. എങ്ങനത്തെ നഹവായിരിക്കണം? നേർക്ക് നേരെ ഒരു അടയാളം, അതായത് ഒരു ലൈനിൽ കൂടി മേന വെച്ചാൽ വിവാഹബന്ധം മുറിക്കലാണ് മുറാദ് എന്ന് ശരിക്കും അതിൽ നിന്ന് തെളിഞ്ഞു വരണം. ഒരു ലൈനിൽ കൂടി എങ്ങനെയെങ്കിലും തച്ച് പടച്ചിൽ ഉണ്ടാക്കിയാൽ പോരാ. അവിടെ ചെറുവാനി ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റ് ക്ലോസ്. തജറദി തീർന്നു. തജറദിയും തജറായിയും രണ്ടും കൂട്ടിയിട്ടല്ല ബ്രാക്കറ്റ്. തജറായി പുറമെയാണ് ചെറുവാനി, ബ്രാക്കറ്റ് ക്ലോസ് ആക്കണം. തജറദി എന്ന് പറഞ്ഞാൽ നീ കാലിയാവണം. അതുപോലെ തജറായി പറ്റും, അത് വേറെ കമ്പനി, അത് ചെറുവാനിന്റെ കമ്പനിയാണത്. നീ എന്തായിക്കോ, കുടിച്ചിറക്കിക്കോ. കസൽ ഫിറാക്കി വേർപാടിന്റെ ബുദ്ധിമുട്ട്. നീ രുചിച്ചോ വേർപാടിന്റെ മധുരം. ഇനിയുണ്ട് അല്ലേ? അതുപോലെ യാ ബിന്ദി എന്ന് പറഞ്ഞാലും മതി. ഡിസ്റ്റൻസ് കൊണ്ട് പിതാവും മകളും ആവാനുള്ള ദൂരം ഉണ്ടായാൽ മതി. വേറെ പിതാവ് അറിയപ്പെട്ടാലും ശരി, ഈ പറയുന്ന ഭർത്താവും ഈ പെണ്ണും തമ്മിൽ ഇവൻ അബും പെണ്ണ് ബിന്ദും ആവാനുള്ള ആ നിൽക്കാനുണ്ടായാൽ മതി. അകലം വേണോ? നേരെ കുറച്ച് ഈ പറയുന്ന ആളെ കാണാൻ 2 വയസ്സ് വ്യത്യാസം മാത്രമേ ഉള്ളൂ മകൾക്ക്, ഈ പറയുന്ന ഭാര്യക്ക്. എന്നാൽ ഒരിക്കലും എന്താവൂല, കാരണം ഹിസ് കളവാക്കിയില്ലേ. ഏകദേശം വയസ്സിലുള്ള വ്യത്യാസം വേണം ഇവൻ പിതാവാനും പിന്നെ മകളാവാൻ. അതേ സമയത്ത് പിതാവ് ഇന്നയാളാണെന്ന് ഹാദർ എവിടെ ഉണ്ട്? അത് നോക്കോ? ഇല്ല. തസവ്വദി തസവ്വദി ഉഖ്റുജി സാഫിരി തകന്നഇ തസത്തരി. അർത്ഥറിഞ്ഞൂടെ? നീ ഭക്ഷണം തേടിക്കോ, അപ്പൊ തീറ്റിപ്പറ്റാൻ ആളില്ല എന്നായില്ലേ? ഇത് ഹെവിയും പെട്ടുപോലും ഓടുക. ഇത് ഹെവി ഉഖ്റുജി സാഫിരി യാത്ര ചെയ്തോളി, മുഖം മറച്ചോളി, എൻ്റെ മുമ്പിൽ മുഖം തുറന്നു വെക്കാൻ പാടില്ല. തസത്തരി നീ മറക്കണം, അറിയണം. ബരിയത്തുമിങ്കി ഓരോന്നും മുമ്പ് അറിയാം. ബരിയത്തുമിങ്കി ഞാൻ ഒഴിവാണ് നിന്നെ തൊട്ട് എന്ന്. ഇങ്ങനത്തെ എല്ലാം പറയുമ്പോൾ സൂക്ഷിക്കണം. വിവാഹബന്ധം മുറിഞ്ഞു പോട്ടുന്ന ഒരു കരുത്തങ്ങാനും ഉണ്ടെങ്കിൽ തലാഖായി പോകോ. നിരവധി പദങ്ങൾ ഭാര്യനെ വെറുപ്പിക്കാൻ പറയുന്നുണ്ട്. തലാഖായി പോകും. ഏത് സമയത്താണ് നിയത്ത് വേണ്ടത് എന്ന ചർച്ച പിന്നീട് വരുന്നുണ്ട് 19-ാം പേജിൽ. ആ കൈതോടുകൂടി തലാഖ് സംഭവിച്ചു പോകും. തലാഖിൻ്റെ നിയത്ത് എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം, ഏതുവരെ നീണ്ടു നിൽക്കണം, ആ ചർച്ച വരുന്നുണ്ട്. ഇൽസമീ അഹ്ലക്കി നീ മുറുകെ പിടിച്ചോ നിന്റെ അഹ്ലിനെ.
കണ്ട ലാ ഹാജത ലീ ഫീകി അതിങ്ങനെ ആയത്തല്ലേ. അന്തി വശൈനുക്കി അത് ഞാൻ പണ്ട് പറഞ്ഞു വരും. കാമിസിലു കുല്ലു സ്വാനിഇൻ വമാ സ്വനഅ അങ്ങനെ ഈ ഫീലും കിടന്നിട്ടില്ലേ? എന്തേ അവിടെ ഖബർ സങ്കല്പിക്കാനല്ലേ പറ്റും. അന്തി മുഖത്തരിനാനി കണ്ടില്ലേ? അന്തി വലിയത്തു നഫ്സിക്കി നീ തന്നെയാണ് ഉത്തരവാദി നിന്റെ നഫ്സിന്റെ. സലാമുൻ അലൈക്കി കണ്ട വേർപാട്. ഇത് സാധാരണ സലാമായിട്ട് കൂട്ടൂല. സലാമുൻ അലൈക്കി. സ്വാലിഹീങ്ങളായ അടിമകളെ പറ്റി പറഞ്ഞില്ലേ? ഖാലൂ സലാമാൻ ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ആ മോഡലാവും ഇത്. കുലി കുലി എന്നത് ഭക്ഷണം കഴിച്ചോന്നല്ല, അല്ല സലാമുൻ അലൈക്കി. അലൈക്കിയ വേണ്ടി അലിയ വെച്ചതാണ്. എന്താ കുലി വശറബി രണ്ടും കൂടി വേണമെന്നില്ല, ഓരോന്നും. കുലി സാദൽ ഫിറാഖ് ഇശ്റബി സാദൽ ഫിറാഖ് അസ്നുൽ മത്താലിബിലുണ്ട്. അപ്പോൾ അർത്ഥം കൊടുത്തിരിക്കുന്നു. കുലി സാദൽ ഫിറാഖ് ഫിറാഖിൻ്റെ ഭക്ഷണം നീ തിന്നോളി. ഫിറാഖിൻ്റെ ഭക്ഷണം മാനവിയായ അമ്ര ഉദ്ദേശിച്ചത് കൊണ്ടുവച്ച ഭക്ഷണമല്ല ഇത്. ഇശ്റബി സാദൽ ശറാബ് ഫിറാഖ് നീ കുടിക്കും. എന്ത്? ഫിറാഖിൻ്റെ ജ്യൂസ്. തലാഖൈ ഖിലാഫൻ ലിമൻ വഹമ ഫീഹിമാ. ഇവിടെ ഒന്നും തന്നെ ആവുകയില്ല എന്ന് പറഞ്ഞവർക്ക് മാറ്റമായിട്ട് ഒന്നും ആവുകയില്ല. ലഹവിൻ്റെ സീഹയാണ് കുലി എന്നതും ഇശ്റബി എന്നതും പറഞ്ഞിട്ടുണ്ട്. അത് മർദൂദല്ലേ? ഖിലാഫൻ ലിമൻ വഹമ ഫീഹിമാ. ഫീഹിമ എന്ന് പറഞ്ഞാൽ കുലി എന്നതിലും. അതുപോലെ ഔഖഅതു തലാഖ ഫീ ഖമീസിക്കി. ഔഖഅതു അത്വലാഖ ഫീ ഖമീസിക്കി. എന്താ? ഞാനിതാ വെച്ചിരിക്കുന്നു തലാഖിനെ നിന്റെ കുപ്പായത്തിൽ, നിന്റെ മാക്സിയിൽ. എന്തായി? തലാഖായി. ബാറക്കല്ലാഹു ലക്കി. എന്താക്കും? ബാറക്കല്ലാഹു ലക്കി. അതായത് വേറൊരു ഭർത്താവിനെ കൊണ്ട് എന്താവട്ടെ എന്നാവും. ലാ ഫീക്കി. ബാറക്കല്ലാഹു ഫീക്കി എന്ന് പറഞ്ഞാൽ അത് ഖൈർ കൊണ്ടുള്ള ദുആയാണ് എന്നാണ്. നാഷണലായിട്ട് പറഞ്ഞാൽ ബാറക്കല്ലാഹു ഫീക്കി അത് ലൈസ മിൻ കിനായാത്തി ത്വലാഖി. എന്താണ്? ബാറക്കല്ലാഹു ലക്കി ഐ ഫിൽ ഫിറാഖി എന്നർത്ഥം. ആ മാന ഉദ്ദേശിച്ചാലാണ് നേരത്തെ തലാഖായത്. ബാറക്കല്ലാഹു ലക്കി എന്ന് പറഞ്ഞാൽ ബാറക്കല്ലാഹു ലക്കി ഫിൽ ഫിറാഖി. ഫിറാഖ് മുഖേന അല്ലാഹു തആല നിനക്ക് എന്തെങ്കിലും വീഴ്ചയും ബറക്കത്തും തരട്ടെ. ഈ ഫിറാഖ് കൊണ്ട്, ഞാൻ പിരിയൽ കൊണ്ട്. ബാറക്കല്ലാഹു ഫീക്കി എന്ന് പറഞ്ഞാൽ കിനായത്താവൂല. ബാറക്കല്ലാഹു ലീ ഫീക്കി എന്നാണ്. അപ്പോൾ ഖൈറും ബറക്കത്തും കൊണ്ടുള്ള ദുആയാകടി. പിന്നീട് വരുന്നുണ്ട് ഇതേപോലത്തെ ഒരു പദം മുസന്നിഫ് പറയുന്നുണ്ട് എന്നാണ്. വസയത് കുർമു 59 അന്ന അശ്റക്തുക്കി ഞാൻ നിന്നെ പങ്കുചേർത്തിരിക്കുന്നു. മേ ഫുലാന എന്നാൽ ഇന്ന പെണ്ണിനോടൊപ്പം. എന്നാൽ ഇന്ന പെണ്ണ് ഒറ്റക്കാണ് ഇപ്പോൾ ഉള്ളത്. അവൾക്ക് ഇണയാക്കി ഞാൻ നിന്നെ ചേർത്തു. ഒരു പെണ്ണ് വേറെ ഉണ്ട്. ആ പെണ്ണേതാ? മഖദ് തലക്കത്ത്. ആ പെണ്ണ് തലാഖ് കിട്ടിയിട്ടുണ്ട്. മിൻഹു ഇയാളിൽ നിന്ന്. ഔ മിൻ ഖൈരിഹി. എന്നിട്ട് ആ പെണ്ണിനെ പോലെ നീയും ആയിക്കോ എന്ന് പറയുമ്പോൾ എന്തായി? ഇവൾക്കും തലാഖായില്ലേ? 59 59 മറിച്ചോക്ക്. അത് നിങ്ങളിൽ 59 ആവില്ലല്ലോ. 59 എന്ന് ഇങ്ങനത്തെ ഒരു പദം പറയുന്നുണ്ട്.
ആ മത്തിന് തന്നെ ഉണ്ട് അല്ലേ 59 വലൗ തല്ലഖഹാ സുമ്മ ഖാല ലിയുഖ്റാ അശ്റക്തുകി മാഹാ അന്തി കഹിയ എന്ന് പറഞ്ഞാൽ തലാഖായി, നിയത്തോടുകൂടി തലാഖായി 59. അതുകൊണ്ടാണ് ഫസ യദ്കുറു എന്ന് മഅറൂഫായിട്ട് വായിക്കണം. മുസന്നിഫ് തന്നെ പറയുന്നുണ്ട്, ശാരിയല്ല. അന്ന അശ്റക്തുകി മാ ഫുലാന, എന്താണ് നിന്നെ ഞാൻ ചേർത്തിരിക്കുന്നു ഏത് സ്ഥിതിയിൽ വഖദ് തലഖത്ത് മിൻഹു, അതുപോലെ തന്നെയാണ് വാന മിങ്കി താലിഖ്, ഞാൻ മോചനം കിട്ടിയ ആളാകുന്നു നിന്നെ തൊട്ട്. അതും എന്താണ് അന മിങ്കി ബായിനൻ, ഇവിടെല്ലാം എന്താകും ഇത്രയും സ്ഥലത്ത് വനവാ തലാഖഹ അതിന്റെ ആവശ്യം ഉണ്ടായി. അതിനല്ലേ അമ്മ ഇതുവരെ പറയുന്നു വനവാ തലാഖഹ വേണ കിനായത്തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കിനായത്തുൻ വനവാ തലാഖഹ എന്ന് പറഞ്ഞ് വെറുതെ ഒരു ചോർച്ചയല്ലേ അത്. ഇവ പോലാത്തത് കൊണ്ട് എന്ന കൈത് കൊണ്ട് പുറപ്പെട്ടു. നഹബു കൂമി, എണീച്ചോ എണീച്ചോ. എന്താ കൂമി വേറെ അകനാക്കി വേറെയാണ്, രണ്ട് കമ്പനി. കൂമി എന്താവൂല, എണീക്ക് ഇരിക്ക് പറഞ്ഞ് അതൊന്നും എന്താവൂല, അതൊന്നും ആവൂല. അകനാക്കില്ല. അല്ലാഹു തആല നിനക്ക് എന്ത് തരട്ടെ, ഐശ്വര്യം തരട്ടെ. തലാഖവോ വിഫ്രഖു, വ്യത്യാസമുണ്ട്. ബൈനഹു അഗ്നാകില്ലാഹു എന്നതിൻ്റെ ഇടയിലും ലഅല്ലല്ലാഹ യസൂഖു ഇലൈക്കിൽ ഖൈറ എന്ന പദത്തിൻ്റെ ഇടയിലും. ലഅല്ലല്ലാഹ യസൂഖു ഇലൈക്കിൽ ഖൈറ എന്ന് പറഞ്ഞത് കിനായത്താണ്. അഗ്നാകില്ലാഹു എന്താവൂല, എന്താ വ്യത്യാസം? രണ്ട് ഐശ്വര്യം തന്നെയല്ലേ. അല്ലാഹു തആല വലിച്ചു കെട്ടിക്കൊണ്ടുവരും നിന്നിലേക്ക് ഖൈറിനെ എന്ന് പറഞ്ഞാൽ എന്തായി പോലും, അതെന്താ വ്യത്യാസം? ഏത് ലഅല്ലല്ലാഹ യസൂഖു ഇലൈക്കിൽ ഖൈറ എന്നത് അഖ്റബു ഇലാ ഇറാദത്തി തലാഖി ബിഹി, ഇതുകൊണ്ട് തലാഖ് ഉദ്ദേശിക്കാൻ പെട്ടെന്ന് സാധിക്കും. എന്തുകൊണ്ട്? ലിഅന്ന തറജി സൂഖിൽ ഖൈരി, ഖൈറ് വലിച്ചു കെട്ടല് അതിന്റെ പ്രതീക്ഷ. ലാലിട്ടിട്ട് തറജിയല്ലേ പറഞ്ഞത്, തറജിയ സൂഖിൽ ഖൈരി. അതെ, ലിഅന്ന തറജിയ സൂഖിൽ ഖൈരി യുസ്തഅമലു ഫീ തറജി ഹുസൂലി സൗജിൻ, ഹുസൂലി സൗജിൻ ആഖിറ എന്നർത്ഥം. എന്താ വേറൊരു ഭർത്താവിനെ കിട്ടാൻ തറജി വെക്കുന്നതിൽ. അപ്പൊ ഇതിനെ കാണാൻ സാലറിയുള്ള ആളുണ്ടാവും. ആ നിലക്ക് നിനക്ക് ഖൈർ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് പറഞ്ഞ അർത്ഥം വരും ഇല്ലേ. അതായത് ഖൈറിനെ വലിച്ചു കെട്ടുന്ന അസ്ബാബിൽപ്പെട്ടതാണ് ഭർത്താവ് മാറ്റം കിട്ടല്, ഭർത്താവിന്റെ ബെറ്റർമെന്റ്. അഗനാക്കില്ല എന്ന് പറഞ്ഞ ഇവ മുഖേന എന്റെ അഗനയും എന്തെന്നെയാണ്, ഐശ്വര്യം തന്നെയല്ലേ. രണ്ട് പദം കൂടുണ്ട്. അഹ്സനല്ലാഹു ജസാക്കി, അഹ്സനല്ലാഹു ജസാക്കി, അല്ലാഹു തആല ഭംഗിയാക്കി തരട്ടെ നിന്റെ അധ്വാനത്തിന്റെ പ്രതിഫലം. എന്താവൂല? അഹ്സനല്ലാഹു വജ്ഹക്കി, അതുപോലെ നീ മുന്നോട്ട് വാ, നീ അടുത്തിരിക്ക്, അതൊന്നും എന്താവൂല. എല്ലാം ലഗ്വാൻ. ഇഗ്സിലീൻ എന്താണ്? ഐബിൽ ഗൈനിൽ മുഅ്ജമ. എന്താണ്? നീ ടൈലറിംഗ് നടത്തിക്കോ, നൂല് നോത്തോ. കണ്ട ഒന്നാവോ? ഇല്ല. ഐബിൽ ഗൈനിൽ മുഅ്ജമ ബിഖിലാഫി, ഏതിന് മാറ്റമായിട്ട്? ഏതാന്ന് പിന്നെ യഴ്സിലി, നീ മാറി നിൽക്ക്. ഐ നഫ്സക്കി അന്നി എന്നാവും, തലാഖാവും. ഫൈനല്ലദീ യദ്ഹറു അന്നഹു കിനായത്ത്. എന്താണ്? ഉഖുഅദി, അതും എന്തിൽ പെടൂല, ഒന്നാവൂല. ഉഖുഅദി എന്ന് പറഞ്ഞത്